ഭാരങ്ങൾ പ്രയാസങ്ങൾ നേരിടും നേരത്തും എൻ ചാരവേ ഞാൻ കാണുന്നുണ്ടൻ സ്നേഹസഖിയായി ഈ ലോകസഖികളെല്ലാരും മാറിപ്പോയാൽ. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 9-ാം അധ്യായം 6-7 വചനങ്ങൾ. എന്നാൽ ലോഭമായി വിതയ്ക്കുന്നവൻ ലോഭമായി കൊയ്യും, ധാരാളമായി വിതയ്ക്കുന്നവൻ ധാരാളമായി കൊയ്യും എന്ന് ഓർത്തുകൊള്ളുവിൻ. അവനവൻ ഹൃദയത്തിൽ നിശ്ചയിച്ചിരിക്കുന്നത് പോലെ കൊടുക്കട്ടെ. സങ്കടത്തോടെ അരുത്, നിർബന്ധത്താലും അരുത്. സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നു. ഈ ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് നാം ചെയ്യുന്നതായ കാര്യങ്ങൾ സന്തോഷത്തോടുകൂടി ചെയ്യണം. നാം കൊടുക്കുമ്പോഴും സന്തോഷത്തോടുകൂടി കൊടുക്കുന്നു എങ്കിൽ അത് ദൈവസന്നിധിയിൽ വിലപ്പെട്ടതായി തീരും എന്നുള്ളതായി പദമാണ്. ലോഭമായി വിതയ്ക്കുന്നവരും ധാരാളമായി വിതയ്ക്കുന്നവരുമായ ആളുകളെ സംബന്ധിച്ച് ഇവിടെ ഓർപ്പിക്കുന്നുണ്ട്. നമ്മുടെ പൂർവികന്മാരായ ആളുകളെ സംബന്ധിച്ച് നോക്കുമ്പോൾ ആ കാലഘട്ടങ്ങളിൽ ഇല്ലായ്മയുടെയും ഞെരുക്കങ്ങളുടെയും ബുദ്ധിമുട്ടുകളുടെയും പട്ടിണിയുടെയും പരിഹാസങ്ങളുടെയും ഒക്കെ കാലഘട്ടമായിരുന്നു എങ്കിലും അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന നന്മയിൽ നിന്നൊരു ഓഹരി ദരിദ്രരായ, വിധവകളായ, ക്ഷീണിതരായ ആളുകൾക്ക് സഹായിക്കുമായിരുന്നു. അങ്ങനെ സഹായിച്ചിട്ടുള്ള പിതാക്കന്മാരുടെ തലമുറകളെയൊക്കെയും ദൈവം പിന്നത്തേതിൽ അനുഗ്രഹിക്കുന്നത് നാം കണ്ടിട്ടുണ്ട്. അതൊരു വാഗ്ദത്തം തന്നെയാണ് എന്ന പദമാണ്. നാം ഈ 7-ാം വാക്യത്തിനുള്ളിൽ വായിക്കുമ്പോൾ 4 അതിപ്രധാനമായ കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഒന്ന്, ഹൃദയപൂർവം താല്പര്യത്തോടുകൂടി മറ്റുള്ളവരെ സഹായിപ്പാൻ നമുക്ക് കഴിയണം എന്ന പദമാണ്. 2, മനസ്സോടെ നിങ്ങൾ കൊടുക്കുന്നു എങ്കിൽ അത് നിങ്ങൾക്ക് നന്മയായി ഭവിക്കുന്നില്ല എന്നുള്ളതായ പ്രസ്താവനയാണ്. 3-ാമത്തെ പദം, ഒരിക്കലും മറ്റുള്ളവരുടെ നിർബന്ധം നിമിത്തം നിങ്ങൾ കൊടുക്കുന്നവരായി തീരരുത്, അത് നിങ്ങൾക്ക് നഷ്ടമായി ഭവിക്കുന്നു എന്നുള്ള കാര്യവും ഇവിടെ പൗലോസ് ഓർപ്പിക്കുന്നുണ്ട്. 4-ാമത്തെ മറ്റൊരു കാര്യമെന്ന് പറയുന്നത് സന്തോഷത്തോടുകൂടി നിങ്ങൾ കൊടുക്കണമെന്നും സന്തോഷത്തോടുകൂടി നിങ്ങൾ ചെയ്യുമ്പോൾ അത് നിങ്ങൾക്ക് അനുഗ്രഹത്തിന്, നന്മയ്ക്ക് കാരണമായി തീരുമെന്നുമുള്ള ആഴമായൊരു പ്രസ്താവന തന്നെയാണ്. 41-ാം സങ്കീർത്തനത്തിൻ്റെ 1-ാം വാക്യം വായിക്കുന്നത്, എളിയവനെ ആദരിക്കുന്നവൻ ഭാഗ്യവാൻ, അനർത്ഥ ദിവസത്തിൽ യഹോവ അവനെ വിടുവിക്കും. എളിയവനെ ആദരിക്കുക, നിവൃത്തിയില്ലാത്തവനെ സഹായിക്കുക, താങ്ങേണ്ടവരെ താങ്ങുക. അങ്ങനെ നാം ചെയ്യുന്നു എങ്കിൽ സർവശക്തനായ ദൈവം നമ്മെയും നമുക്ക് കരുണ ആവശ്യമുള്ളപ്പോൾ, നമുക്ക് സഹായം ആവശ്യമുള്ളപ്പോൾ നമ്മെ സഹായിപ്പാനിടയാകും എന്ന പദമാണ്. ആകയാൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമുക്കുള്ള നന്മയിൽ നിന്ന് ഒരു പങ്ക് വേദനപ്പെടുന്ന, സങ്കടപ്പെടുന്ന, ഞെരുങ്ങുന്ന ആളുകളെ സഹായിക്കുവാൻ, അതെങ്ങനെ സഹായിപ്പാൻ? സന്തോഷത്തോടെ സഹായിപ്പാൻ നമുക്ക് നമ്മെ സമർപ്പിക്കാം.
അതിന് ദൈവം സഹായിക്കട്ടെ. കരുണയുള്ള ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളുടെ ഞെരുക്കങ്ങളിൽ, ഇല്ലായ്മകളിൽ, ബുദ്ധിമുട്ടുകളിലും ഞങ്ങൾക്കുള്ളതിൽ നിന്നൊരു പങ്ക് അർഹതപ്പെട്ടവർക്ക് നൽകുവാൻ, അത് ഞങ്ങൾക്ക് ദൈവാനുഗ്രഹത്തിന് കാരണമാകുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ദൈവവചന ചിന്ത കേട്ട എല്ലാവരെയും അതിനായി ഒരുക്കണം. ദൈവം സഹായിക്കണം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ.